നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ദുബായിൽ നിന്നുള്ള ആദ്യത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ദുബായിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ എത്തി. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നല്ലൊരു റിക്കവറി നമുക്ക് കിട്ടി. നമ്മളത് എക്സ്പെക്ട് ചെയ്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യു.എസിലെ അവിടുത്തെ ഡെബിറ്റ് സീലിംഗ് ഉയർത്തുക വഴി യു.എസ് ഗവൺമെൻറ്റിന് ഫണ്ട് സെനറ്റ് അനുവദിക്കുകയും അത് അവരുടെ ഗവൺമെൻറ് ഷട്ട് ഡൗണിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത ആ ഒരു കാര്യം യു.എസ് മാർക്കറ്റ് അതിഗംഭീരമായ ഒരു റാലി രേഖപ്പെടുത്തി. അത് വഴി ഗിഫ്റ്റ് നിഫ്റ്റിയും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 230 പോയിന്റ് ഗെയിൻ രേഖപ്പെടുത്തിയിരുന്നു. അവസാനം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതുകൊണ്ട് ഇന്നലെ നമ്മളൊരു മാർക്കറ്റ് ഗ്രീനിലാണ് എക്സ്പെക്ട് ചെയ്തത്. ഗ്രീനിൽ തന്നെ ഓപ്പൺ ചെയ്തതെന്ന് മാത്രമല്ല, അത് സാധാരണ രീതിയിൽ മാർക്കറ്റ് ഹയർ സൈഡിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നലെ അത് ഉണ്ടായില്ല. കാരണം ഇന്നലെ FIIs നെറ്റ് ബയേഴ്സ് ആയിരുന്നു 2000 കോടി രൂപ. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും. ഇന്നലെ US മാർക്കറ്റ്, അതായത് ഇന്നലെയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ ആ ഒരു ഗെയിനൊന്നും കണ്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ. ബിറ്റ്കോയിൻ നിക്ഷേപകരെ നിരാശപ്പെടുത്തി 94,700 എന്ന നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്നലെ 10% ഫോൾ ഉണ്ടായി. ഇന്നലെ ഇന്ത്യ വിക്സ് കൊളാപ്സ് ആയേക്കാന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. 10% ഫോൾ ഉണ്ടായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ എല്ലാം തന്നെ ഫ്ലാറ്റാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയിലും തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HDFC ICICI ബാങ്കും കാണാം 1.5%, 0.5% വീതം ഉള്ളൊരു ഗെയിൻ രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ കണ്ടൊരു പ്രധാന പ്രതിഭാസം വിക്സിൽ ഉണ്ടായിട്ടുള്ളൊരു കൊളാപ്സ് ആണ്. 10% ഇന്ത്യ വിക്സ് കൂൾ ഡൗൺ ആകുക വഴി പ്രീമിയംസ് എല്ലാം തന്നെ മെൽറ്റായി. കൂടാതെ തന്നെ നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള DK കിട്ടി വന്നു. അത് ഓപ്ഷൻ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഗുണകരമായിട്ടുണ്ട്. ഈവൻ മാർക്കറ്റിന് ഈ രണ്ട് സൈഡും ഷോർട്ട് ചെയ്ത ആളുകൾക്ക് മാർക്കറ്റ് 10% വിക്സസ് കൊളാപ്സ് ആയതുകൊണ്ട് പ്രീമിയം ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. നിഫ്റ്റി സ്റ്റിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ നിൽക്കുന്നത് 200 DMA താഴെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യമുള്ളത് ലിസ്റ്റിലുള്ളത് ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യൻ ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ശ്രീലങ്കൻ ഗവൺമെൻറ് അവിടുത്തെ റെഗുലേഷൻസ് എല്ലാം തന്നെ പാലിക്കാത്തത് കൊണ്ടുള്ള ഒരു വയലേഷൻ ഫണ്ട് ഇവർക്ക് ചാർജ് ചെയ്തു. MIC ഇലക്ട്രോണിക്സ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത് GPS ലൊക്കേഷൻ, പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർക്കൊരു ഓർഡർ കിട്ടി, 1200 കോടി രൂപയുടെ ഓർഡർ. വേൾപൂൾ കമ്പനി ഇവർ PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. HJ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്കും ഇതൊരു NTPCയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. മുത്തൂറ്റ് ക്യാപിറ്റൽ കമ്പനി ഇവരുടെ ടോപ്പ് ലെവലിലുള്ള 3 മാനേജിംഗ് ലെവലിലുള്ള 3 ആളുകൾ റിസൈൻ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. TVS മോട്ടോഴ്സ് കമ്പനി ഇവർ ഡ്രൈവെക്സ് മൊബിലിറ്റിയുടെ 39% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. പവർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പനി സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർ 15% സ്റ്റേക്ക് ബ്ലോസ്റ്റർ PAG പ്രസൻസിൻ്റെ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസ്. MMTC കമ്പനി ഇവർക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാർണിംഗ് ലെറ്റർ ലഭിച്ചു. കല്യാൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സെബി ആയിട്ട് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഒത്തുതീർപ്പായി എന്നുള്ള ന്യൂസ് ഉണ്ട്. 1.12 crores പെനാൽറ്റി കൊടുക്കുക വഴി സെബി ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിലായിട്ടുണ്ട്. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കമ്പനി ഇവർ എയർ വർക്ക്സ് ഇന്ത്യയുടെ ഒരു 85% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. മക്യൂറി സ്റ്റിൽ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമെന്നൊക്കെ മക്യൂറി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസി സ്റ്റിൽ പറയുന്നുണ്ട്. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് കമ്പനി ഫർദർ നോട്ടീസ് ഉണ്ടാവുന്നവരെ എക്സ്ചേഞ്ചിൽ നിന്ന് ഇവർ റിമൂവ് ആയി പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. പല കമ്പനീസും അങ്ങനെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് പർട്ടിക്കുലർ ഡേയിൽ മാത്രം ട്രേഡിങ് അനുവദിക്കും. മറ്റുള്ള സമയത്തെല്ലാം തന്നെ ട്രേഡിങ് സസ്പെൻഡ് ആകും. ഒരുപാട് ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ വഴി സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കമ്പനീസിലെല്ലാം തന്നെ നിക്ഷേപിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. മമത മൻഷരി കമ്പനി ഇവരുടെ IPO ഏകദേശം 194 times 194
മടങ്ങ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനി ഇവരുടെ ഹൈ സ്പീഡ് ഫാൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇവർ ലോഞ്ച് ചെയ്തു. ബജാജ് ഫിൻസർവ് കമ്പനി ഇവർ ELSS ഫണ്ട്, ടാക്സ് സേവിങ് ഫണ്ട് എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ റെജീം അനുസരിച്ച് ELSS ഫണ്ടിൻ്റെ ആവശ്യകതയില്ല. 7 lakhs സ്ട്രൈറ്റ് അവേ ഇൻകം ടാക്സിൻ്റെ ലിമിറ്റ് ഉണ്ട്. HJ ഇൻഫ്ര കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർക്ക് ബാറ്ററി എനർജി സ്റ്റോറേജ് പർച്ചേസ് എഗ്രിമെൻറ്റ് NTPC ആയിട്ട് ഇവർ സൈൻ ചെയ്തു. BL കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചു. 973 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നിവ ബൂപ്പ കമ്പനി വളരെ റീസെൻ്റ് ആയിട്ട് IPO ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് നിവ ബൂപ്പ. ബ്രോക്കറേജ് ഫേമായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഇവരുടെ റേറ്റിംഗ് അല്ലെങ്കിൽ ഇവരുടെ ടാർഗറ്റ് ഉയർത്തി എന്നുള്ള ന്യൂസ്. GMM കമ്പനി ഇവർ 51% സ്റ്റേക്ക് ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഇവർ അക്യൂർ ചെയ്തു. ബ്രൈറ്റ്കോൺ ഗ്രൂപ്പ് നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ് ബ്രൈറ്റ്കോൺ ഗ്രൂപ്പ്. അപ്പോൾ NSE BSE ആയിട്ടൊക്കെ ചർച്ചകൾ നടത്തി ഇവർ വീണ്ടും ഇവരുടെ സസ്പെൻഷൻ പതിയെ റിമൂവ് ആകുമെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. RMC സ്വിച്ച് കെയർ കമ്പനി ഇവർക്ക് 5 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇനി നാളെ മാർക്കറ്റ് അവധിയാണ്, ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ന്യൂസ് ഉണ്ടാവാൻ സാധ്യതകൾ കുറവാണ്. നാളെ നമുക്ക് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു ആൾ.